Hi friends, welcome back to Fission Creations. ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് പോഹയാണ്, അതായത് അവിൽ കൊണ്ടുള്ള ഉപ്പുമാവ്. മഹാരാഷ്ട്രയിൽ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് നമ്മൾ ഇതുപോലെ വെളുത്ത തിക്കായിട്ടുള്ള അവിലാണ് എടുക്കേണ്ടത്. രണ്ട് തരത്തിലുള്ള വെളുത്ത അവിൽ കടയിൽ അവൈലബിൾ ആണ്. ഒരെണ്ണം കനം കുറഞ്ഞതും ഒരെണ്ണം കനം കൂടിയതും. കനം കൂടിയ അവിലാണ് നമ്മൾ പോഹ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. 200 ml കപ്പിന് 2.5 കപ്പ് അവിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതൊന്ന് സോഫ്റ്റ് ആക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ച് ഒന്ന് 2 പ്രാവശ്യം കഴുകിയെടുക്കണം. ഈ കഴുകിയെടുത്ത അവിൽ ഇതുപോലുള്ള ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൽ എക്സ്ട്രാ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചൂടായ ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഈ എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കടുകും ജീരകവും എല്ലാം പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് കപ്പലണ്ടി ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ കപ്പലണ്ടിയൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 2 നല്ല എരിവുള്ള പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു ഇടത്തരം സവാള പൊടിയായിട്ട് അരിഞ്ഞത്, കുറച്ച് കരിവേപ്പിലയും ചേർത്ത് ഉള്ളി നല്ലവണ്ണം വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇവിടെ ഉള്ളിയൊക്കെ നല്ലവണ്ണം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഒരു ഇടത്തരം ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കണം. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലാണ് ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ടത്. അതിനിടയ്ക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ കയ്യിൽ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ടോ എന്ന് നമ്മൾക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിരുന്ന അവിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ആദ്യം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് രണ്ടാമത് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇതെല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കുക. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് പിഴിഞ്ഞതും കുറച്ച് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതും 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക. അങ്ങനെ വളരെ ടേസ്റ്റിയും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതുമായ പോഹ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഇനിയൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ഫ്രഷ് ആയിട്ട് ഗ്രേറ്റ് ചെയ്ത കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ഡബിൾ ആവുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക.
ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക്